നമസ്കാരം, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ 4-ാമത്തെ അധ്യായമാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് പാഠഭാഗം നോക്കാം. ഭൂമി ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽപ്പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. അപ്പോൾ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും? എഴുതി നോക്കൂ. മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ചർച്ച ചെയ്ത് ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തൂ. എന്തെല്ലാം സൂചകങ്ങളാണ്? ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും? ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിൻ്റെ വിസ്തൃതി നമ്മുടെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കാനാവുമോ? ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ? എങ്കിൽ എങ്ങനെ? ഭൂമി എന്ന ഉൽപാദന ഘടകത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പിക്കുവാൻ കഴിയുമോ? ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. പാഠഭാഗം കേട്ടല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഏതർത്ഥത്തിലാണ്? ഭൂമി എന്ന അർത്ഥത്തിലാണ്. എന്ന് വെച്ചാൽ ഭൂമിയില്ലാതെ ഒരു തരത്തിലുള്ള സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. നെല്ല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഭൂമി വേണം. കാരണം ഭൂമിയിലാണ് വിത്ത് വിതയ്ക്കുന്നതും നെല്ല് ഉണ്ടാകുന്നതും. അതുപോലെ തന്നെ കെട്ടിടം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? ഭൂമി ആവശ്യമാണ്. മെഷീനറി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഭൂമി ആവശ്യമാണ്. എന്തൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും അവിടെ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു ഉൽപാദന ഘടകമാണ് ഏത്? ഭൂമി എന്ന് പറയുന്നത്. അത് ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു കൃഷി ചെയ്യണം, വെള്ളം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണം, അതിനും വെള്ളം ആവശ്യമാണ്. അങ്ങനെയുള്ള ഏത് തരത്തിൽപ്പെട്ട പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏത് ഉൽപാദന ഘടകമാണ്? ഭൂമി എന്ന ഉൽപാദന ഘടകമാണ്. അതുകൊണ്ട് ഉൽപാദന ഘടകങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഉൽപാദന ഘടകമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ ഏതെല്ലാം ഘടകങ്ങളാണ് ഉൾപ്പെടുന്നത്? ഏതെല്ലാം പ്രകൃതി വിഭവങ്ങളാണ് ഉൾപ്പെടുന്നത്? മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, എല്ലാ തരത്തിൽപ്പെട്ട ഘടകങ്ങളും എവിടെയുള്ളതാണ്? ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇവ കൂടാതെ പലതരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളും എവിടെ വരുന്നുണ്ട്? ഉൽപാദന ഘടകമായ ഭൂമിയിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? മണല്, അതുപോലെ തന്നെ കല്ല്, അതുപോലെയുള്ള ഘടകങ്ങളെല്ലാം ഇതിൽ വരുന്ന മറ്റു പ്രകൃതി വിഭവങ്ങൾ ആണ്. ഇനി ഈ ഉൽപാദന ഘടകമായ ഭൂമിയുടെ പ്രധാന സവിശേഷതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ് ഉൽപാദന ഘടകമായ ഭൂമിയുടെ സവിശേഷതകൾ? ഒന്നാമത്തേത്, ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങളാണ് ഉൾപ്പെടുന്നത്? മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, മണല്, അതുപോലെ കല്ല്, ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിൻ്റെ വിസ്തൃതി നമ്മുടെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കാനാവുമോ? വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. ഭൂമി എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള വിസ്തൃതിയിലുള്ളതാണ്. വിസ്തൃതി എന്ന് പറഞ്ഞാൽ ഒരളവിലുള്ളതാണ്. ആ അളവിനനുസരിച്ച് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും ഭൂമിയുടെ വിസ്തൃതി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൻ്റെ ഒരു സവിശേഷതയാണ് എന്ത്? ഭൂമിയുടെ വിസ്തൃതി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? വർദ്ധിപ്പിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ കൂട്ടാൻ കഴിയില്ല. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്? പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, അതുപോലെയുള്ള എല്ലാ ഘടകങ്ങളും ഏതിൽ ഉൾപ്പെടുന്നവയാണ്?
പ്രകൃതിയിൽ ഉൾപ്പെടുന്നവയാണ്. ആ പ്രകൃതിയാണ് എന്തായിട്ട് പറയപ്പെടുന്നത്? ഉൽപാദന ഘടകമായ ഭൂമിയായിട്ട് പറയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ. ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ? എങ്കിൽ എങ്ങനെ? ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കഴിയില്ലേ? കഴിയും. നമുക്ക് വളപ്രയോഗങ്ങൾ നടത്തി ജൈവവളം അതുപോലെയുള്ള ഘടകങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം? കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കൃഷി സ്ഥലം എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാസവളമോ അല്ലെങ്കിൽ ജൈവവളമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ലേ? കഴിയും. അതാണ് ഭൂമിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. നമുക്ക് ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, അത് എങ്ങനെയെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നമുക്ക് മണ്ണിൽ എന്ത് ഉപയോഗപ്പെടുത്താം? ജൈവവളമോ അല്ലെങ്കിൽ രാസവളമോ ഉപയോഗപ്പെടുത്താം. അതിലൂടെ അതിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരു സവിശേഷതയാണ് ഭൂമി എന്ന ഉൽപാദന ഘടകത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പിക്കുവാൻ കഴിയുമോ? നമുക്ക് നമ്മുടെ ഭൂമി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. നമുക്കൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാം. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഭൂമിയെ ഈ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കലും ഭൂമിയെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിയുടെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഉൽപാദന ഘടകമായ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, മണൽ അതുപോലെയുള്ള ഘടകങ്ങളുണ്ട്. രണ്ടാമതായിട്ട് ഭൂമിയിൽ കരഭാഗത്തിൻ്റെ വിസ്തൃതി നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? വലുതാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഭൂമി എന്ന ഉൽപാദന ഘടകത്തെ നമുക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയില്ല, അതായത് ചലിപ്പിക്കാൻ കഴിയില്ല. ഇതാണ് ഭൂമിയുടെ മറ്റൊരു സവിശേഷത. ഇങ്ങനെ 4 സവിശേഷതകളാണ് ഏത് ഉൽപാദന ഘടകത്തിനുള്ളത്? ഭൂമി എന്ന ഉൽപാദന ഘടകത്തിന് ഉള്ളത്. ഉൽപാദന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപാദന ഘടകമായ ഭൂമി, അതിൽ എല്ലാ തരത്തിൽപ്പെട്ട ഉൽപാദന പ്രക്രിയകളും നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഉൽപാദനം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി എല്ലാ ഘടകങ്ങൾക്കും ലഭ്യമാകുന്ന പ്രതിഫലം പോലെ, ഇപ്പോൾ തൊഴിലാളിക്ക് കൂലി ലഭിക്കുന്നു, ഒരു ടീച്ചർക്ക് ശമ്പളം ലഭിക്കുന്നു, അതുപോലെ ഒരു കെട്ടിടത്തിന് വാടക ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉൽപാദന ഘടകമായ ഭൂമിക്കും എന്ത് ലഭിക്കുന്നുണ്ട്? പ്രതിഫലം ലഭിക്കുന്നുണ്ട്. എന്താണ് ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്? നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ ഘടകങ്ങൾക്കും ലഭ്യമാകുന്ന പ്രതിഫലം ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് പഠിച്ചിട്ടില്ലേ? അധ്യാപകർക്ക് ശമ്പളം, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം, അതുപോലെ തന്നെ കെട്ടിടത്തിന് വാടക, അതുപോലെ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിന് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭൂമി എന്ന ഉൽപാദന ഘടകത്തിനും എന്ത് ലഭ്യമാകുന്നുണ്ട്? ഒരു പ്രതിഫലം ലഭ്യമാകുന്നുണ്ട്. ഭൂമിക്ക് ലഭ്യമാകുന്ന പ്രതിഫലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഭൂമി എന്ന ഉൽപാദന ഘടകത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് ഒന്നുകൂടി നോക്കാം. ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾപ്പെടുന്ന ഒരു ഉൽപാദന ഘടകമാണ് ഇത് ഭൂമി എന്ന് പറയുന്നത്. അതിൽ മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി എന്നിങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞത് ഭൂമിക്ക് പലതരത്തിലുള്ള സവിശേഷതകളുമുണ്ട് എന്നുള്ളതാണ്. ഉൽപാദന ഘടകമായ ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത, ഒരിക്കലും ഇതിൻ്റെ വിസ്തൃതി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വർദ്ധിപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു സവിശേഷതയാണ് ഭൂമിയിലെ കരഭാഗത്തിൻ്റെ ഫലപുഷ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഭൂമി എന്ന ഉൽപാദന ഘടകത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്
മാറ്റുവാൻ കഴിയില്ല, അതായത് ചലിപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ളത്. ഇതുകൂടാതെ നമ്മൾ പഠിച്ചത് മറ്റൊരു പോയിന്റ് എന്തായിരുന്നു? ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിക്ക് ലഭ്യമാകുന്ന പ്രതിഫലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൊഴിൽ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നു എന്ന് കാണാം. കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്, ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ഉൽപ്പന്ന വിതരണത്തിന്. ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നത് കാണാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ അത് തൊഴിലാകുകയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. പണത്തിനു പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഉദാഹരണമായി ചിലപ്പോൾ തെങ്ങുകയറ്റത്തിന് പ്രതിഫലമായി തേങ്ങ നൽകാറുണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് അവൻ്റെ അധ്വാനശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാനാവില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. പാഠഭാഗം കേട്ടല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? 4 ഉൽപാദന ഘടകങ്ങളിൽ രണ്ടാമത്തെ ഉൽപാദന ഘടകമാണ് തൊഴിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എത്ര ഉൽപാദന ഘടകങ്ങളാണ്? 4 ഉൽപാദന ഘടകങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അതിൽ ഭൂമിയെക്കുറിച്ചുള്ള സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെയാണ് ഇത് തൊഴിൽ. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൊഴിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൊഴിൽ ചെയ്യുന്നത് ആരാണ്? തൊഴിലാളികൾ ആണ്. അവരുടെ അധ്വാനശേഷിയെയാണ്, അധ്വാനത്തിനെയാണ് നമ്മൾ ഏത് പേരിൽ പറയുന്നത്? തൊഴിലെന്ന് പറയുന്നത്. ഈ തൊഴിലാളികളുടെ അധ്വാനശേഷിയാണ് എന്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉൽപ്പാദിപ്പിക്കുന്ന നമുക്കൊരു ഉദാഹരണം എടുക്കാം. പുസ്തകമാണെങ്കിൽ ആ പുസ്തകം എന്ത് ചെയ്യണം? പേപ്പറാക്കണം. പേപ്പറാക്കിയതിന് ശേഷം അതിൽ അക്ഷരങ്ങൾ അച്ചടിക്കണം. അച്ചടിച്ചതിന് ശേഷം അതെല്ലാം കൂടെ ചേർത്ത് ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്തതിന് ശേഷം അത് മാർക്കറ്റിലെത്തിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത്? തൊഴിലാളികളാണ്. ഇതൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകം ബൈൻഡ് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നത് അതിനുള്ള തൊഴിലാളിയാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആ വ്യക്തി ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൊഴിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ അധ്വാനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൊഴിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കയർ ഉൽപ്പാദനത്തിൽ ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ആദ്യം ചകിരി ഉണ്ടാക്കുന്നു. ആ ചകിരി വെള്ളത്തിലിട്ട് തൊണ്ട് ചീഞ്ഞതിന് ശേഷം അത് തല്ലി എന്താക്കുന്നു? നാരുകളാക്കുന്നു. ആ നാരുകളാക്കിയതിന് ശേഷം എന്താക്കുന്നു? അത് കയറാക്കി മാറ്റുന്നു. ആ കയറാണ് പിന്നീട് ഓരോ പ്രൊഡക്റ്റുകളായി അല്ലെങ്കിൽ ഓരോ ഉൽപ്പന്നം, നമുക്കറിയാം മാറ്റുകളുണ്ട്, അതുപോലെ കയറാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഉൽപ്പന്നങ്ങളും ഒരു അവസാന ഉൽപ്പന്നമായി മാറുന്നതിന് പിന്നിൽ ഒരുപാട് തൊഴിലാളികളുടെ തൊഴിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്, അല്ലേ? എങ്ങനെയാണ് കയർ ഉൽപ്പന്നത്തിന് ചകിരി അനുയോജ്യമാക്കുന്നത്? ഈ ചകിരി തല്ലി എന്താക്കുന്നു? നാരാക്കി മാറ്റുന്നു.
അതുപോലെ ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നു. ഇപ്പം മാറ്റുകൾ, ഡോർ മാറ്റുകളൊക്കെ അല്ലേ നമ്മൾ ചവിട്ടി എന്ന് പറയുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിറങ്ങൾ അതിൽ ചേർക്കുന്നു. അപ്പോൾ അത് ചെയ്യുന്നതും ഒരു തൊഴിലാളിയാണ്. അതുപോലെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കും. ഈ കയറുണ്ടാക്കുന്നതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ചക്രം പോലെയുള്ള ഒരു യന്ത്രം. അത് പ്രവർത്തിപ്പിക്കുന്നതിനും എന്ത് വേണം? ഒരാൾ വേണം. അതുപോലെ തന്നെ ഉൽപ്പന്നം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ മറ്റുള്ള കച്ചവട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഗതാഗത മാർഗങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഡ്രൈവർമാർ വേണം. അപ്പോൾ വാഹനം ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈവർമാരുടെ തൊഴിൽ അവിടെ ആവശ്യമാണ്. അതുപോലെ പലതരത്തിലുള്ള തൊഴിലുകളും ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഉണ്ട്. കയർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കൂ.
അപ്പോൾ ഓരോ വ്യക്തികളുടെയും അധ്വാനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൊഴിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തൊഴിലാണ് രണ്ടാമത്തെ ഉൽപ്പാദന ഘടകം. ഈ തൊഴിലില്ലെങ്കിൽ എന്തില്ല? ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൊഴിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇവിടെ തൊഴിലിൻ്റെ, അതായത് അധ്വാന ശേഷി എന്ന് പറയുന്നത് എന്തിനെയാണ് എന്നൊന്നുകൂടെ നോക്കാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ഏത് പേരിൽ പറയുന്നത്? തൊഴിൽ എന്ന പേരിൽ പറയുന്നത്. എന്താണ് തൊഴിൽ എന്ന് പറഞ്ഞാൽ? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ ഈ അധ്വാനശേഷി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ തൊഴിൽ ചെയ്യുന്നതിനും എന്തുണ്ട്? വരുമാനമുണ്ട് എന്നുള്ളത്. വരുമാനമുള്ളതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? തൊഴിലെന്ന് പറയുള്ളൂ. ഇപ്പോൾ വീട്ടുജോലി ചെയ്യുന്നതിന് ഒരു തൊഴിലെന്ന് പറയുമോ? ഇല്ല. കാരണം എന്താണ്? അതിന് പ്രതിഫലം ഇല്ല. അപ്പോൾ പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതെന്താകുന്നുള്ളൂ? തൊഴിലാകുന്നുള്ളൂ. ഇപ്പോൾ വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് എന്തില്ല? അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്താകുന്നില്ല? തൊഴിലായി പരിഗണിക്കാറില്ല. അപ്പോൾ തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് നിർബന്ധമായും നിശ്ചയമായും എന്ത് ലഭ്യമായിരിക്കണം? പ്രതിഫലം ലഭ്യമായിരിക്കണം. ഇങ്ങനെ തൊഴിലിന് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ലഭ്യമാകുന്ന പ്രതിഫലത്തിനെയാണ് ഏത് പേരിൽ പറയുന്നത്? കൂലി എന്ന പേരിൽ പറയുന്നത്. ഭൂമിക്ക് എന്തായിരുന്നു പ്രതിഫലം? പാട്ടമായിരുന്നു. അതേപോലെ തൊഴിലിന് ലഭ്യമാകുന്ന പ്രതിഫലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൂലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിക്കപ്പോഴും ഇത് ഏത് രീതിയിലാണ് ലഭ്യമാകുന്നത്? ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ, തോട്ടത്തിൽ പണിയെടുക്കാനൊക്കെ ആളുകൾ വരാറുണ്ട്. വീട് പണിക്ക് ആൾ വരാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കായിട്ട് ആളുകൾ വരാറുണ്ട്. ഏത് രീതിയിലാണ് നിങ്ങളെല്ലാവരും കൂലി കൊടുക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? രക്ഷിതാക്കൾ കൊടുക്കുമ്പോൾ നോക്കിയിട്ടുണ്ടോ? ഏത് രീതിയിലാണ്? പണരൂപത്തിലാണ് അല്ലേ? പണ്ടൊക്കെ ഇതെങ്ങനെയായിരുന്നു? ഉൽപ്പന്നമായിട്ടായിരുന്നു കൊടുത്തിരുന്നത് കുറേ കാലങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുക, ഇപ്പോൾ നെൽകൃഷി ചെയ്യുകയാണ്, നെൽകൃഷിക്ക് ഏതെങ്കിലും ഒരു തൊഴിലാളി വന്നിട്ടുണ്ടെങ്കിൽ ആ തൊഴിലാളിക്ക് കൂലിയായി എന്തായിരുന്നു കൊടുത്തിരുന്നത്? പണ്ട് കാലങ്ങളിൽ നെല്ലായിരുന്നു കൊടുത്തിരുന്നത്. ഏത് ഉൽപ്പന്നത്തിനാണോ ജോലി ചെയ്യുന്നത് ആ ഉൽപ്പന്നത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൂലി കൊടുത്തിരുന്നത്. നെല്ലാണെങ്കിൽ നെല്ല് കൂലിയായി കൊടുത്തിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിലും ആ തൊഴിലിന് എന്താണ് പ്രതിഫലമായി കൊടുക്കുന്നത്? പണമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ചില പ്രത്യേക അവസരങ്ങളിൽ ചില സാധനങ്ങൾക്ക് ആ സാധനം തന്നെ എന്ത് ചെയ്യാറുണ്ട്? പകരം കൂലിയായി കൊടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് തെങ്ങ് കയറുന്ന ഒരു വ്യക്തി, തെങ്ങ് കയറുന്ന ആളില്ലേ, തേങ്ങയിടുന്ന, ആ തേങ്ങയിടുന്ന ആൾ തെങ്ങിൽ കയറി തേങ്ങയിട്ടതിന് ശേഷം ഒരു പക്ഷേ എന്തായിരിക്കും പ്രതിഫലമായി കൊടുക്കുന്നത്? തേങ്ങ നൽകാറുണ്ട് എന്നുള്ളതാണ്. പണമായി കൊടുക്കാറുണ്ട്. എന്നാൽ ഏത് രീതിയിലും ചെയ്യാറുണ്ട്? പ്രതിഫലമായി തേങ്ങയും കൊടുക്കാറുണ്ട്. അപ്പോൾ ചില കേസുകളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ പ്രതിഫലമായിട്ട് എന്ത് കൊടുക്കാം? ആ ഉൽപ്പന്നം തന്നെ കൊടുക്കാറുണ്ട്. എന്നാൽ ഭൂരിഭാഗവും ഇന്നത്തെ കാലത്ത് ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പണം തന്നെയാണ് പ്രതിഫലമായി കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന പണത്തിനെയാണ്, തൊഴിലിന് പ്രതിഫലമായി കൊടുക്കുന്ന പണത്തിനെയാണ് ഏത് പേരിൽ പറയുന്നത്? കൂലി എന്ന പേരിൽ പറയുന്നത്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് എന്താണ്? ആ വ്യക്തിയുടെ അധ്വാനശേഷിയാണ് അല്ലേ? ഏതൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഏതൊരു തൊഴിലാളിയും ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ തൊഴിലാളിയുടെ അധ്വാനശേഷിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അധ്വാനശേഷി എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് ഉപയോഗിക്കേണ്ടത് ഇന്ന് തന്നെ ഉപയോഗിക്കണം. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നാളത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. നാളത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ ഇന്നത്തെ അധ്വാനം എന്ത് ചെയ്യുന്നു? നമുക്ക് നഷ്ടമാകുന്നു.
ഇവിടെ പറയുന്നത് ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ഒരിക്കലും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഇന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി അത് സാധിക്കുമോ? കഴിഞ്ഞ വർഷം കഴിഞ്ഞു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നു? അത് നഷ്ടമായി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാനാവില്ല. അത് അന്ന് തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ നമുക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് വയ്ക്കുക, ഏതെങ്കിലും ഒരു മെഷീൻ നന്നാക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒന്നുകൂടി പരിശീലനം ലഭിക്കുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ തൊഴിൽ ഒന്നുകൂടി എന്ത് ചെയ്യാം? മെച്ചപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വയ്ക്കുക, ആ ഡാൻസ് ചെയ്യുന്നത് നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പരിശീലിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി നന്നായി മെച്ചപ്പെടുത്താം. ഇപ്പോൾ സാധാരണ പഠിക്കുന്ന ഒരു കുട്ടി നന്നായി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നന്നായി പരിശീലിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നന്നായി പഠിക്കാൻ കഴിയും, അല്ലെങ്കിൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെയാണ് ഓരോ വ്യക്തികളുടെ അധ്വാനശേഷിയെയും എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യാനുള്ള കഴിവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുകയാണ്, അതിന് ട്രെയിനിങ്ങിന് പോകുക പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നതാണ് ഈ പരിശീലനം എന്ന് പറയുന്നത്. ഇങ്ങനെ പരിശീലനത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഴിവ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നന്നായി ഓടുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ എന്നും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒന്നാമതെത്താൻ വളരെ നിഷ്പ്രയാസം സാധിക്കും. അപ്പോൾ വിദ്യാഭ്യാസം നൽകുകയാണെങ്കിലും പരിശീലനം നൽകുകയാണെങ്കിലും നമുക്ക് ആ ഓരോരുത്തരുടെയും കഴിവുകൾ എന്ത് ചെയ്യാം? അധ്വാനശേഷി എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഈ ഭാഗത്തിൽ പഠിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ്? എന്തൊക്കെയാണ്? ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണെന്ത്? തൊഴിലെന്ന് പറയുന്നത്. അധ്വാനശേഷിയെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? തൊഴിലെന്ന് പറയുന്നത്. കയർ എന്നുള്ള ഉൽപ്പന്നത്തിന് ഉപയോഗപ്പെടുത്തുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്തത്. എന്തൊക്കെയാണ്? കയർ എന്നുള്ള ഉൽപ്പന്നം എന്തിനു വേണ്ടി അനുയോജ്യമാക്കുന്നു? ചകിരി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമാക്കുന്നു. ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നു, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു, ഉൽപ്പന്ന വിതരണത്തിന്, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നതിന്. ഇതെല്ലാം ഒരു കയർ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഓരോ തരത്തിലുള്ള തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്തുന്നു. ഇനി അധ്വാനശേഷിക്ക്, അതായത് തൊഴിലിന് എന്താണ് പ്രതിഫലമായി ലഭിക്കുന്നത്? കൂലിയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. തൊഴിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാൻ സാധിക്കില്ല. അത് അന്നന്ന് തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊഴിലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? തൊഴിൽ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതൊരു വ്യക്തിയുടെയും അധ്വാനശേഷിയെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും തൊഴിൽ നമുക്ക് എന്ത് ചെയ്യാം? മെച്ചപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനം ഇതാ. തൊഴിലിൻ്റെയും ഭൂമിയുടെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. ഇതോടുകൂടി ഈ ഭാഗം അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.